ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ അതിൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ട് നേരെ രാവിലെയൊക്കെ എഴുന്നേറ്റൊക്കെ ചെയ്തു എല്ലാവരും അംഗനവാടി പോകാൻ നിൽക്കുകയാണ്. അവിടുന്ന് മക്കൾക്ക് കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞ് കുറേ ദിവസമായി ടീച്ചർ വിളിക്കണം. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇന്ന് പോകാമെന്ന് കരുതി അങ്ങനത്തെ മാറ്റി ഒരുങ്ങി ഞാനും ഉമ്മയും ബേബിയും മക്കളെല്ലാവരും കൂടെ ദിക്കാൻ്റെ വണ്ടിയിൽ കയറി ഞങ്ങൾ നേരെ നമ്മുടെ അംഗനവാടിയിലോട്ട് നടന്നു പോകാനാണ് ആദ്യം ഞങ്ങൾ വിചാരിച്ചത്. പിന്നെ അക്ക പറഞ്ഞു ഞാൻ ഉണ്ടാക്കിത്തരാം, ഞങ്ങൾ പോയിട്ട് പോരെന്ന് പറഞ്ഞു. ഭയങ്കര സ്നേഹപ്പാവും. അങ്ങനത്തെ ഞങ്ങൾ അംഗനവാടിയിലെത്തിയിട്ടാണ്. മക്കളാകെ വരുന്നത് ഇത് കളിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങളൊക്കെ പോയി ഞങ്ങളടക്കം എല്ലാവരുടെയും വെയിറ്റ് എടുത്ത് പിന്നെ അത് മക്കളായിട്ടും വെയിറ്റൊക്കെ എടുത്ത് അതൊക്കെ എഴുതി നല്ല നമ്മൾ അംഗനവാടിയിലൊക്കെ പഠിത്തമെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലായിട്ട് ഇപ്പോൾ പഠിക്കേണ്ടത്. പണ്ട് കാലത്തുള്ള പഠിത്തമൊന്നുമല്ല, മക്കളെ പ്രൈമറിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചത് നേരെ വീട്ടിലോട്ട് തിരിച്ചു പോയിട്ടാ. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. 2 കുട്ടികളുടെ 3 മക്കളുടെ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ മേടിച്ചതേ നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മക്കൾക്കൊക്കെ കഴിക്കാൻ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ നമ്മൾ അടുത്ത പരിപാടി വെച്ചാൽ പത്തിരി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള വെള്ളം തിളപ്പിച്ച് അതിലേക്ക് പൊടിയിട്ട് കൊടുക്കാം. അതിലേക്ക് പൊടിയിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നതിൻ്റെ ശേഷം ചൂടാറാൻ വെക്കുക കേട്ടോ. ചൂടാറിയിട്ട് എന്ത് ചെയ്യണം, അത് നല്ലോണം മിക്സ് ചെയ്യണം. ചെറിയ ചെറിയ ബൗൾസ് ആക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, നമുക്കിപ്പോൾ അത് പരത്തിയല്ല പ്രസ്സിൽ അമർത്തിയെടുക്കണം. അത്രേ ഉള്ളൂ നമ്മൾ പത്തിരി പണി അല്ലേ. അങ്ങനെന്താ നമ്മളെ പത്തിരിപ്പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പൊടി തട്ടിയെടുത്ത് വെച്ചു. ഇനി നമ്മൾ വൈകിട്ട് പത്തിരിപ്പണി നമുക്ക് നോക്കുമല്ലോ, ചൂടാൻ നിൽക്കുള്ളൂ. അങ്ങനെ നമുക്ക് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെമ്മീൻ ഉമ്മ നന്നാക്കി തരികയാണ്. ഞാനും ഫെബിയും കൂടെ ഒന്ന് പുറത്ത് പോവുകയാണ്. പുറത്ത് തിരൂരിൽ പോകേണ്ട ആവശ്യമുണ്ട്. നിഷയ്ക്ക് വരാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അവളെ വീട്ടിലായിപ്പോയി. അവൾ വരാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്കാണെങ്കിൽ നേരത്തെ പോയി വരും വേണം. അപ്പോൾ ഞാനും ഫെബിയും മക്കളും മാറ്റി ഒരുങ്ങിയിട്ടുണ്ട്. അയാൻമാൻ സ്കൂളിൽ പോയിട്ടുണ്ട്. എമ്മിമോളെ നമ്മൾ കൊണ്ടുപോകുന്നില്ല, അവൾ അറിയാണ്ടാണ് പോണത്. അങ്ങനെ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയിട്ട് അക്കാക്കെ വിളിക്കാൻ വന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വണ്ടി കയറി പോവുകയാണ്. പോണത് തിരൂരാണ്. തിരൂർ നമ്മുടെ ജപ്പാൻ സ്ക്വയറിൽ ഫോൺ എടുക്കാൻ വേണ്ടി പോകാം. ഉപ്പാക്ക് ഉപ്പാൻ്റെ ഫോണൊക്കെ ഹാക്ക് ചെയ്തിട്ട് ആകെ കൂടെ ഒരു കഥയായിരുന്നു. അപ്പോൾ ഉപ്പാക്ക് വേറൊരു ഫോൺ മേടിക്കണം. പിന്നെ ഫോൺ കംപ്ലയിൻ്റ് ആയിരുന്നു ഉപ്പാക്ക്. അപ്പോൾ പിന്നെ അത് ഡിസ്പ്ലേ ഒക്കെ പോയി കംപ്ലയിൻ്റ് ആയതുകൊണ്ട് പുതിയത് മേടിക്കാമെന്ന് കരുതി. അപ്പോൾ അഞ്ചതാണ് കേട്ടോ ഉപ്പാക്ക് പുതിയ ഫോണൊക്കെ മേടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിതേ ഫോണൊക്കെ എടുത്തു. അപ്പോൾ എൻ്റെ എന്താ പറയുക ബാങ്ക് അക്കൗണ്ട് വഴിയാണ് എടുത്തത്. അതാണ് ഇപ്പോൾ ഞാൻ പോകേണ്ടി വന്നത്. എൻ്റെ സിവിലിലാണ് കയറുന്നത്, എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ പോയി. അതിൻ്റെ ഇടയിലെ മക്കൾക്ക് ലിഫ്റ്റിൽ കയറണമെന്ന് വാശി. അപ്പോൾ അൽത്താഫ് എന്ത് ചെയ്തു, മക്കൾ രണ്ടായിട്ടും ലിഫ്റ്റിൽ പോയപ്പോൾ സേമോൾ കയ്യിൽ നിന്ന് ഇറങ്ങാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിലിരിക്കായിരുന്നു ഇനി മേലൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ കൂടെ എടുത്ത് പിടിച്ച് ചട്ടികളൊക്കെ ഇട്ട് ഇറങ്ങി പോന്നു കേട്ടോ അതിനുള്ളിൽ നിന്ന്. പിന്നെ നമ്മൾ നേരെ നമ്മുടെ വണ്ടി വന്ന് കയറി തിരിച്ച് നേരെ നമ്മൾ വീട്ടിലേക്ക് വിട്ടു. അതിനിടെ നമുക്ക് ജെത്കോലൊന്ന് കയറേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. അവിടെ നമുക്കൊരു മിമോൾക്കുള്ള ഡ്രസ്സിൻ്റെ ഒരു മെറ്റീരിയൽ മേടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ നേരെ നമ്മൾ അവിടെ നിന്ന് കയറേണ്ടതായിരുന്നു. അത് കയറി പിന്നെ നേരെ നമ്മൾ വീട്ടിലേക്കാണ് വന്നത്. അങ്ങനത്തെ വീട്ടിലെത്തി. അങ്ങനെ പിന്നെ നമ്മൾ പണിമക്ക് നിന്നു കേട്ടോ. അപ്പോൾ ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. പത്തിരിക്കുള്ള കറി ചെമ്മീൻ കറി തന്നെയാണ്. അപ്പോൾ തേങ്ങ അരച്ച് മസാല അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തക്കാളിയും മുളകൊക്കെ ഇത് വാട്ടാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ പത്തിരി തുറക്കാൻ വേണ്ടിയിട്ട് പറ്റണ്ട, അതിനുള്ളിൽ മൂടി ആകെ കൂടെ ചാമായി നിൽക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ഫെബിയാണ് കേട്ടോ പത്തിരിൻ്റെ മൂടി തുറന്നത്. അപ്പോൾ അത് നമ്മൾ വരുമ്പോഴത്തേന് ഇമ്മ പത്തിരിയൊക്കെ ചുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഫെബി ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വേഗം ചെമ്മീൻ കറി ഉണ്ടാക്കാൻ നിന്നുണ്ടായിരുന്നു. ചെമ്മീൻ കറി മസാല കയ്യിലേക്ക് വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മസാല നല്ല വെന്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ചക്കക്കൂരും ചെമ്മീനൊക്കെ ഇട്ട് കൊടുക്കണം. ചക്കക്കൂരി ഇട്ടിട്ട് ഒന്ന് ചക്കക്കൂരി ഇട്ടുള്ള കറി കഴിച്ചിട്ട് കുറേ നാളായിട്ടോ. അപ്പോൾ ചക്കക്കൂരി ഇട്ടപ്പോൾ നമ്മൾ വേഗം അത് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ നമ്മളോട് ഉണ്ടായൊരു വാഴക്കൊലയായിരുന്നു, പക്ഷേ അത്രയേ ഉള്ളൂ, ബാക്കി കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ അതിട്ട് നമ്മൾ എന്ത് ചെയ്തതെന്ന് ഞാൻ വേണ്ടി പൊരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ആരെയും എനിക്കറിയില്ല. അപ്പോൾ ഇത് നമ്മൾ ആ പഴം അതുപോലെ ശർക്കര തേങ്ങ ഇതൊക്കെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇത് ചെറിയ ചെറിയ ഈ ബൗളാക്കിയിട്ട് നേരെ പൊരിച്ചെടുക്കുക കേട്ടോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മൾ പൊരിക്കടി എന്ന് പറഞ്ഞാൽ അതാണ്. പഴം ഞാൻ വേണ്ടി പൊരിച്ചതാണ്. പിന്നെ ഇതേ നിഷ വന്നിട്ടുണ്ടായിരുന്നു. നിഷ ഇതേ വന്ന് നമ്മൾ കിച്ചണിലോട്ട് ഡ്യൂട്ടിക്ക് കയറി കേട്ടോ. ലൈസ്മോൻ ഇതാ ഇതിൻ്റെ അടുത്തുണ്ട്. ആൾ ഭയങ്കര ആദ്യമൊക്കെ ഭയങ്കര ഒരു ടെൻഷനായിരുന്നു, ഒരു പരിചയക്കുറവുണ്ടായിരുന്നു. പിന്നെ ആൾ ഓക്കെ ആയി, ഭയങ്കര ചിരിയും കളിക്കായിട്ടോ നമ്മളിട്ട്. പിന്നെ എന്താണ്, അപ്പോൾ അത് ലൈസ്മെൻറ്റ് കുറച്ച് നേരം നിന്ന് കളിച്ചൊക്കെ ചെയ്തു. അതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ അടുത്ത പണിമൊക്കെ തന്നെ നിന്നു.
എന്തായാലും ഐസ്മെൻറ്റ് കുറച്ച് നേരം കളിച്ച് പിന്നെ നമ്മളിത് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പൊരിക്കടി കേട്ടോ നമ്മൾ 2 പാത്രമൊക്കെ വെച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ പള്ളിയിൽ പോകുന്നതുകൊണ്ട് ഉപ്പൊക്കെ വേറെ വെച്ചിട്ടുണ്ട്, നമ്മൾ മാറ്റി വെച്ചതാണ്. പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതേ ഞാൻ ചെമ്മീൻ കറിയിലേക്കുള്ള ഉള്ളി നല്ലോണം തൂമിച്ചിട്ട് നേരെ നമ്മൾ ചട്ടിയിലേക്ക് തുറന്ന് വയ്ക്കുന്നുണ്ട്. അതോടുകൂടി നമ്മൾ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഫ്രൂട്ട്സ് ചക്കരമത്തം മിക്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ മുന്തിരും നമ്മുടെ ഓറഞ്ചും പൊരിക്കടികളും എല്ലാം വെച്ചിട്ടുണ്ട്. അങ്ങനെ നോമ്പ് തുറക്കാൻ എല്ലാവരും റെഡി ആയിരുന്നിട്ടുണ്ട്. അത് ഭയങ്കര തലവേദന ആയിരുന്നു. അപ്പോൾ കട്ടൻ ചായ തന്നെ നമ്മൾ ആദ്യം മുന്നേ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് നോമ്പ് പറഞ്ഞേക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതേ കുറച്ച് നേരം നമ്മൾ ബാങ്കും വെയിറ്റ് ചെയ്ത് അവിടെ അങ്ങോട്ട് ഇരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ബാങ്കൊക്കെ കൊടുത്തു, നോമ്പൊക്കെ തുറന്നു കേട്ടോ. എല്ലാവരും നോമ്പ് തുറന്നു. നമ്മളൊക്കെ ഇത് വെള്ളവും ചായയും പൊരിക്കടിയും ഫ്രൂട്ട്സും അങ്ങനെ ഓരോന്നായിട്ട് നമ്മളെല്ലാവരും കഴിച്ചു കേട്ടോ. ഇന്ന് നമുക്ക് ഞാവൽപ്പഴം ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ പോയപ്പോൾ നമ്മൾ മരത്തിൻ്റെ ചുവട് ഞാവൽപ്പഴം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഞാവൽപ്പഴം നമുക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ ഫ്രൂട്ട് സെറ്റ് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് അങ്ങോട്ട് ചെയ്തു. അങ്ങനത്തെ നോമ്പുത്ര കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഇത് നിസ്കരിക്കാൻ പോയി. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നേരെ കിച്ചണിലോട്ട് തന്നെ വന്നു കേട്ടോ. നമ്മുടെ ചോറ് വെന്തൊക്കെ നോക്കണ്ടേ ഇത്. അപ്പോഴേക്ക് ചോറ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഊറ്റാൻ നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഊറ്റി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ റൈസ് കുക്കറിലാണ് വെക്കുന്നത്. അത് നേരെ നമുക്ക് അത്താഴത്തിനുള്ളതാണ് കേട്ടോ. നമ്മൾ 2 ആക്കിയിട്ട് മാറ്റും. പക്ഷേ ചോറ് വേവ് കൂടെ കുറയൊന്നുമില്ല, കറക്റ്റ് വേവ് തന്നെ നമുക്ക് കിട്ടും. പക്ഷേ ചൂടുണ്ടാവും. അത്താഴത്തിന് വെച്ചാൽ നല്ല ചൂടായിരിക്കും കേട്ടോ ചോറ്. അങ്ങനെ നമ്മൾ നേരെ റൈസ് കുക്കറിലേക്ക് അങ്ങോട്ട് ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ. ചോറ് പൊരിപ്പിച്ചതിന് ശേഷം ഇറക്കി വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വേറെ പറഞ്ഞു. അങ്ങനത്തെ അങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ നമുക്ക് ചായ കുടിക്കണം. ഓക്കെ, അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞത് പത്തിരിയും ചെമ്മീൻ കറിയുമാണ്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ടേബിളിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. ചക്കക്കൂര് അടിപൊളിയായിരുന്നു കേട്ടോ. ആ ചെമ്മീനേക്കാളും നല്ല മധുരം ഉണ്ടായിരുന്നു. ചെക്കൻ്റെ കുരുക്ക് ഭയങ്കര നല്ലൊരു മധുരം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ. കൂടെ എമ്മിമോളുണ്ടായിരുന്നു. ഇക്കാകെ നേരത്തെ തന്നെ കഴിച്ചുകൊണ്ട് മക്കളൊന്നും നിൽക്കാനും കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി മക്കൾ എൻ്റെ കൂടെ തന്നെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ ഇങ്ങനെ ഒതുങ്ങി നിന്ന് കഴിക്കൽ വളരെ കുറവാണ്. അപ്പോൾ ഇന്നെന്തേ ആവും 2 അപ്പുറം പോലെ നല്ല മോളെ നമ്മളെ കൂടെ ഇരുന്ന് കഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇമ്മയും പേരക്കുട്ടികളും കൂടെ ആയി കഴിക്കില്ല. അത് കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.